തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. മികവാർന്ന പ്രവർത്തനവുമായി കണ്ണൂർ ജില്ലാ കലോത്സവത്തിലെ ട്രോഫി കമ്മിറ്റികൾ കഴിഞ്ഞ 5 ദിവസങ്ങളിലും ട്രോഫി സെന്റർ എന്നതിലുപരി ഒരു ചരിത്ര ഗാലറിയായി മാറിയാണ് കലോത്സവത്തിന്റെ ട്രോഫി കമ്മിറ്റി പ്രവർത്തനം നടത്തി വന്നത്. കലോത്സവത്തിന് നൽകാനായി വെച്ചിരിക്കുന്ന ട്രോഫി കമ്മിറ്റി ഹാളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വളരെ മനോഹരമായിട്ടാണ് ട്രോഫികളെല്ലാം വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ, എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്, ആർക്കൊക്കെ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷക കേന്ദ്രമായി ഈ ട്രോഫി സെന്റർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായും ഈ മത്സര ഇനങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് അർഹരാകുന്ന വിദ്യാലയങ്ങൾക്കും അതോടൊപ്പം തന്നെ വ്യക്തിഗത ചാമ്പ്യന്മാരാകുന്നവർക്കും എവർ റോളിംഗ് ട്രോഫിയും മറ്റ് ട്രോഫികളും വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. മുൻ വർഷങ്ങളിൽ റോളിംഗ് ട്രോഫിയായി വിവിധ വിദ്യാലയങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ട്രോഫികളെല്ലാം തന്നെ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തില് ഈ ട്രോഫി സെന്റർ എന്നുള്ളത് ട്രോഫികൾ എത്തിക്കുന്ന സ്ഥലം മാത്രമല്ല, അതൊരു ചരിത്ര ഗാലറി പോലെ തന്നെയാണ് ഈ ട്രോഫി സെന്ററുകൾ മാറുന്നത്. ഏറ്റവും പഴക്കം ചെന്ന വളരെ പാരമ്പര്യമുള്ള എവർ റോളിംഗ് ട്രോഫി മുതൽ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ട്രോഫികൾ വരെ ഈ ട്രോഫി ഗാലറിയിൽ ഉണ്ട്. നമുക്കറിയാം, ഈ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ഓരോ വർഷം കഴിയുന്തോറും പുതിയ മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തുകയും ആ മത്സര ഇനങ്ങളിലേക്കുള്ള ട്രോഫികൾ കൂടി വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ വർഷം തന്നെ സ്കൂൾ കലോത്സവത്തിൽ ഗോത്ര കലകളിൽ 5 പ്രധാനപ്പെട്ട ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ 13 അധ്യാപക സംഘടനകളിൽ KSTC കേരള ടീച്ചേഴ്സ് സെന്ററാണ് ഇപ്രാവശ്യം ട്രോഫി സെന്റർ കൈകാര്യം ചെയ്യുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ട്രോഫികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 400ഓളം വ്യക്തിഗത ഇനങ്ങളിൽ കുട്ടികൾക്ക് ട്രോഫി നൽകി വരുന്നുണ്ട്. 24ഓളം എവർ റോളിംഗ് ട്രോഫികളും നമ്മൾ നൽകുന്നു.